സ്റ്റെയർ കേസിന് ഏറ്റവും നല്ല സ്ഥാനം ഏതാണെന്നാണ്. അപ്പൊ സ്റ്റെയർ കേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നോക്കുന്നത്. അപ്പൊ സ്റ്റെയർ കേസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ബലമുള്ള കാലിൽ ആദ്യം കയറുക, ബലമുള്ള കാലിൽ ലാസ്റ്റ് ലാൻഡ് ചെയ്യുക. അപ്പൊ മാത്രമേ നമ്മൾ മുന്നോട്ട് ആയാതെ അല്ല താഴെ വീഴാതിരിക്കാൻ പറ്റുക. അതിനാണ് ഈ പണ്ട് കാലങ്ങളിൽ ലാഭനഷ്ടം ലാഭനഷ്ടം എന്ന് പറഞ്ഞത്. ശരിക്കും ബലമുള്ള കാലം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ആളുകൾക്കും വലത്തേക്കാലാണ്. ആ വലത്തേക്കാലിൽ ഫസ്റ്റ് വെക്കും, അവസാനം വലത്തേക്കാൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് ബലമുള്ള കൈ പിടിച്ച് കയറുക. അപ്പോൾ വലത്തെ കൈ പിടിച്ച് കയറുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കയറുന്ന രീതിയിലേക്ക് ക്രമീകരിക്കാം. അതിന്റെ അകത്ത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറുന്ന രീതിയിലോ അല്ല വടക്കോട്ട് കയറുന്ന രീതിയിൽ ചെയ്യുന്നത് കുഴപ്പമില്ല. അവസാനം തെക്കോട്ട്. അപ്പൊ 4 ദിശയിലേക്ക് ചെയ്യുന്നതിനകത്ത് വാസ്തുവിൽ അത്ര പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ 4ാമത്തെ സ്ഥാനം മാത്രമേ തെക്കിന് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ 4 ദിശയിലേക്ക് കൊടുക്കുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് മാക്സിമം ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഗൃഹമധ്യ സൂത്രത്തിന് തടസ്സമായിട്ട് സ്റ്റെയർ കേസ് വരുന്ന രീതിയിലേക്ക് ചെയ്യരുത്. പിന്നെ സ്റ്റെയർ കേസ് നമുക്ക് പല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം, എൽ ഷേപ്പിൽ കൊടുക്കാം, യു ഷേപ്പിൽ കൊടുക്കാം, സ്പയർ ആയിട്ട് കൊടുക്കാം, അങ്ങനെ പല രീതിയിൽ കൊടുക്കാം. അപ്പൊ ഓരോന്നിനും ഓരോ പർപ്പസ് ആയിട്ടും സ്ഥലത്തിന്റെ അനുസരിച്ചും ആ ഓരോരുത്തരുടെ രീതി അനുസരിച്ചും കൊടുക്കുന്നതിനകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റെയർ കേസ് കൊടുക്കാൻ നേരത്ത് സാധാരണ ഒരു 6 ഇഞ്ച് മുതൽ ഒരു 7 ഇഞ്ച് വരെ, 15 സെന്റിമീറ്റർ മുതൽ ഒരു 12 സെന്റിമീറ്റർ വരെ നമുക്ക് അതിന് ഹൈറ്റ് കൊടുക്കാം. നമ്മൾ കാല് വെക്കുന്നതിന് ഒരു 10 ഇഞ്ച് മുതൽ ഒരു 12 ഇഞ്ച് വരെ, ഒരു 25 സെന്റിമീറ്റർ മുതൽ 30 സെന്റിമീറ്റർ വരെ കൊടുക്കാം. ഈ രീതിയിലുള്ള പ്രായോഗികമായിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് ആ ഓരോ സ്ഥലത്തിനനുസരിച്ച് കൊടുക്കുന്നതിനകത്തും പ്രശ്നമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഗൂഗിൾ ഫോം കൂടെ ഫില്ല് ചെയ്യുക. ആ ഓർഡറിന്റെ അകത്ത് വീഡിയോ രൂപത്തിലായിട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തു ഡ്യൂസർ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.